നമസ്കാരം. മിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. കുറ്റ്യാടിയിലും പരിസരത്തും ലഹരിയുടെ മറവിൽ നടക്കുന്ന സാമൂഹിക വിരുദ്ധ പ്രവർത്തനത്തിനെതിരായി CPIM കുന്നുമ്മൽ ഏരിയ കമ്മിറ്റി കുറ്റ്യാടിയിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. കുറ്റ്യാടി പോലീസിന്റെ അന്വേഷണം വഴിതിരിച്ചുവിടാനും യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാനുമായി ചിലർ രംഗത്തു വന്നിട്ടുണ്ട്. ഒപ്പം സാമൂഹിക വിപത്തായി ലഹരി മാഫിയ സംഘങ്ങളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിനു പകരം കുറ്റവാളികളെ CPM ആണെന്ന പ്രചരണവും തൽപര കക്ഷികൾ നടത്തിവരികയാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK ദിനേശൻ മാസ്റ്റർ പറഞ്ഞു. കള്ളാട് സ്വദേശിയായ ഇവിടെ ഒരു ബെക്കാം ബാർബർ ഷോപ്പ് നടത്തുന്നു. അജിനാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് വിഷയം കത്തിപ്പടരുന്നത്. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലാണ് ഇങ്ങനെ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് പരാതി ലഭിക്കുന്നു. ഒരു പരാതിയുടെ തുടർച്ചയായി വീണ്ടും ഒരു പരാതി എത്തുന്നു. പരാതിയെക്കുറിച്ച് അന്വേഷിച്ച പോലീസിന് ചില വസ്തുതകളുണ്ട് എന്ന് മനസ്സിലാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അജിനാസിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇത് മനസ്സിലാക്കി അജിനാസ് നാട് വിട്ടു. എവിടം വരെ പോയി? അജ്മീർ, രാജസ്ഥാനിലാണെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? അവിടം വരെ പോയി. അന്വേഷണ സംഘവും പിന്നാലെ. അജിനാസ് അവിടുന്ന് മുങ്ങി മംഗലാപുരത്തെത്തിയപ്പോ മെയ് 24-ാം തീയതി മുങ്ങി അജിനാസിനെ പോലീസ് പിടിച്ചു. അതിന്റെ തുടർച്ചയായി അജിനാസിന്റെ ഭാര്യയെയും അറസ്റ്റ് ചെയ്തു. ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അജിനാസ് മുഖേന മയക്കുമരുന്ന് ഉപയോഗിച്ചെന്നും MDMA ഉപയോഗിച്ചുവെന്നും തന്നെ അജിനാസ് ലൈംഗികമായി പീഡിപ്പിച്ചു, പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വിധേയരാക്കി എന്നാണ് പരാതി. കൂടാതെ അജിനാസിന്റെ ഭാര്യയോടൊപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഈ പയ്യനെ അജിനാസ് തന്നെ നിർബന്ധിച്ചു. എന്നിട്ടത് പകർത്തി. അതുപയോഗിച്ച് പിന്നീട് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു. ഒരു മാധ്യമത്തിന് ഈ ചെറുപ്പക്കാരൻ അഭിമുഖം നൽകി. അത് ഞെട്ടിപ്പിക്കുന്നതാണ്. വസ്തുത എത്രത്തോളം അതിലുണ്ട് എന്നുള്ളത് അന്വേഷണത്തിലാണ് വെളിവാകേണ്ടത്. ഏരിയ കമ്മിറ്റി അംഗം MK ശശി അധ്യക്ഷത വഹിച്ചു. KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ MLA മുഖ്യപ്രഭാഷണം നടത്തി. പോലീസ് ഫലപ്രദമായ രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്
തലങ്ങും വിലങ്ങും പ്രതിഷേധങ്ങളും മാർച്ചുകളും പൊതുയോഗങ്ങളും പരാതികളും എല്ലാം തന്നെ ഉയർന്നു നിൽക്കുന്ന കാഴ്ചയും നാം കാണുകയാണ്. കൂട്ടത്തിൽ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള പരിപാടികളും നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതിലെല്ലാം ഉത്തരവാദിത്വം CPIM-നാണ്. ഇവിടെയുള്ള ഈ വ്യാപാരത്തിനും നടപടികളിലുമെല്ലാം തന്നെ സംരക്ഷണം നൽകുന്നത് CPIM ആണ് എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങളും ഈ കുറ്റ്യാടിയിൽ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂട്ടത്തിൽ പറയട്ടെ, സ്ഥലം MLA ഇതുവരെ പ്രതികരിച്ചില്ല എന്ന വാചകവും ചിലരെല്ലാം തന്നെ ഉയർത്തിയതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഈ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം യഥാർത്ഥത്തിൽ കുറ്റ്യാടി മണ്ഡലത്തിലല്ല നാദാപുരത്താണ് എന്നെല്ലാവർക്കും അറിയാം. അത് ഒഴിവ് കഴിവ് പറയുന്നതാണെന്ന് ആരും തിരിഞ്ഞിരിക്കേണ്ട. MLA എന്നുള്ള രൂപത്തിൽ ഇക്കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ജില്ലാ കമ്മിറ്റി അംഗം AM റഷീദ്, TK ബിജു, KT മനോജൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT നഫീസ എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി CN ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു.